ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ. ക്രിസ്മസിന് കേക്ക് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വട്ടയപ്പവും. ക്രിസ്മസിന് എല്ലാവരുടെ വീട്ടിലും വട്ടയപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രം പോരല്ലോ, നല്ല ടേസ്റ്റും കൂടിയുള്ള വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വട്ടയപ്പത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു 1.25 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണിത്. പൊടി ഒരുവിധം നൈസായിരിക്കണം. തരി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഇത് 2.5 കപ്പുണ്ട്. പകുതി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 250 ml കപ്പാണ് അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. പഞ്ചസാര 1/4 കപ്പ്, പച്ചരിയുടെ ചോറ് 1/2 കപ്പ്. ചോറ് ചേർക്കുമ്പോൾ വട്ടയപ്പത്തിന് നല്ല മയം കിട്ടും, പക്ഷേ ചോറ് അധികം ആവരുത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇതൊക്കെയാണ് വട്ടയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതുകൂടാതെ 2 ടീസ്പൂൺ അരിപ്പൊടി നമുക്ക് ഇതിൽ കുറുക്കി ചേർക്കണം. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അരിപ്പൊടി കലക്കിയെടുക്കാം. അധികം ലൂസാവരുത്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ്. ഞാൻ 2.5 കപ്പ് തേങ്ങാപ്പാൽ മൊത്തത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അതേസമയം കുറുകാനും പാടില്ല. ഇനി നമുക്ക് പൊടി കുറുക്കി ചേർക്കുന്നതിന് വേണ്ടി 2 ടീസ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ ബാലൻസ് 1 ഗ്ലാസ് ഉള്ളത് കൊണ്ട് അതൊഴിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. അതില്ലാത്തവരെ വെള്ളമൊഴിച്ച് കുറുക്കിയാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയാൽ മതി. ഇനി ഇത് കുറുക്കിയെടുത്തിട്ട് വരാം. അരിപ്പൊടി കുറുക്കിയെടുത്തു. ഇനിയെല്ലാം അരച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം ചോറ് ഇടാം. ചോറ് അധികമാവാൻ പാടില്ല കേട്ടോ. ചോറ് അധികമായാൽ വട്ടയപ്പത്തിന് ഒട്ടലുണ്ടാവും. പഞ്ചസാര ഇടാം. ഇനി അരിപ്പൊടി കുറുക്കിയെടുത്തത് ഇടാം. ഈസ്റ്റ് ഇടാം. അരച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങാവെള്ളം ഒഴിക്കുന്നുണ്ട്. തേങ്ങാവെള്ളത്തിന് പകരം പച്ചവെള്ളമായാലും മതി. അടച്ചു വെച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കി മാറ്റി വെച്ച ബാറ്റർ ഒഴിച്ച് നമുക്കൊന്നും കൂടി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാം. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തു. ഈ അരപ്പ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 3 മുതൽ 6 മണിക്കൂർ വരെ പൊങ്ങി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ ഈ ബാറ്റർ ചൂടുള്ള പ്ലേസിലാണ് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊന്തി വന്നത്. ക്ലൈമറ്റിനനുസരിച്ച് പൊന്തി വരുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഈ ബാറ്ററിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് കലക്കി മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്തത്.
വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുക്കുന്നത്. ഇതിൽ അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് വെച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അപ്പച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലോ സ്റ്റീമറിലോ ഏതിലായാലും ഉണ്ടാക്കാം. പ്ലേറ്റിൻ്റെ പകുതി വരെ മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ തീ കൂട്ടിയിടണം. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് ഉണ്ടാക്കാൻ നോക്കണം. പൊങ്ങി താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എണ്ണവും കുറയും. ഇനി ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് വേണം അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വയ്ക്കാൻ. ബാറ്റർ ഒഴിക്കുന്നതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ് വയ്ക്കുകയാണെങ്കിൽ അത് താന്നു പോകും. അതുകൊണ്ടാണ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വയ്ക്കാൻ പറയുന്നത്. ഇനി ഒരു 15-20 മിനിറ്റ് കൊണ്ട് വട്ടയപ്പം വേവും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വെന്തൊന്ന് നോക്കാം. ടൂത്ത് പിക്കുമേ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇറക്കി തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ വട്ടയപ്പം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല രുചിയുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. 1.25 കപ്പ് വറുത്ത അരിപ്പൊടി കൊണ്ട് എനിക്ക് 3 വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റി. ചില സമയത്ത് വട്ടയപ്പത്തിൻ്റെ കളറ് കുറവ് തോന്നുന്നത് ലൈറ്റിൻ്റെ ആണ് കേട്ടോ. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കണം കണ്ടോ. അതുപോലെ നാളികേരപ്പാലൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ തവണ ക്രിസ്മസിന് ഈ വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ. സോഫ്റ്റ് മാത്രമല്ല, നല്ല രുചിയും കൂടി ഉള്ളതാണ് ഈ വട്ടയപ്പം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.